ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പെസഹ കാലം എന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 14 അധ്യായം 27 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാർക്ക് സമാധാനം നൽകുകയാണ്. ഒപ്പം ഒരു വാഗ്ദാനവും നൽകുന്നുണ്ട്. ഞാൻ പോകുകയാണെങ്കിലും ഞാൻ വീണ്ടും വരും എന്നൊരു ഉറപ്പ് അവർക്ക് നൽകുകയാണ്. ഈ രംഗങ്ങൾ നടക്കുന്നത് യേശുനാഥൻ്റെ മരണത്തിന് തൊട്ട് മുൻപ് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതിന് ശേഷം അവരുമായിട്ടുള്ള സംഭാഷണത്തിലാണ്. ഈ സംഭാഷണത്തിൻ്റെ ഒടുവിൽ യേശുനാഥൻ പറയുന്നുണ്ട്, ഞാൻ മരിക്കാൻ പോവുകയാണ്, മരണം എന്നെ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ മരണം എന്നുള്ള സത്യം ഇപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുവരെയും യേശുനാഥൻ എപ്പോഴൊക്കെ തൻ്റെ കുരിശുമരണത്തെക്കുറിച്ചും പീഡാസഹനത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടോ അപ്പോഴൊക്കെ ശിഷ്യന്മാർക്ക് സംശയമായിരുന്നു, അവർക്ക് പൂർണ്ണമായത് മനസ്സിലായിട്ടില്ല. എന്നാൽ ഇപ്പോൾ അവർക്ക് വളരെ വ്യക്തമായിട്ടുണ്ട് യേശുനാഥൻ മരിക്കാൻ പോവുകയാണ്. ഇത് അവരെ ആകപ്പെടെ തകർത്തുന്നുണ്ട്. അതുകൊണ്ടാണ് യേശുനാഥൻ അവരോട് ആവർത്തിച്ച് പറയുന്നത്, നിങ്ങൾ ഹൃദയം അസ്വസ്ഥമാകേണ്ട. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഹൃദയം അസ്വസ്ഥമാകരുത്? കാരണം ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഞാൻ മരിച്ചാലും ഞാൻ വീണ്ടും വരും. എൻ്റെ മരണം ശാശ്വതമല്ല, ഞാൻ ജീവനുള്ള ദൈവമാണ്, നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ള ഒരു ബോധ്യം കൊടുക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് വരികയാണ്, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകിയിട്ട് പോവുകയാണ്. ഈ വചനത്തിലെ സമാധാനം അതിന് ശാലോം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വാക്കിൻ്റെ അർത്ഥം പ്രശ്നങ്ങളില്ലാതിരിക്കുന്ന ഒരു സാധ്യത എന്നല്ല, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഇല്ലാതെ വരുമ്പോഴുണ്ടാകുന്ന ഒരു അവസ്ഥയല്ലിത്. മറിച്ച് പ്രശ്നങ്ങളുടെ ഇടയിലും അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തിയും അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു മനുഷ്യൻ്റെ കഴിവുമാണ്. അപ്പോൾ എന്താണ് ഈ സമാധാനം എന്ന് പറയുന്നത്? എൻ്റെ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ യേശുനാഥൻ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യമാണ് ഈ സമാധാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ വചനത്തിൽ തന്നെ ഒരു ഭാഗം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തരും. അത് യേശുനാഥനും ശിഷ്യന്മാരും വള്ളത്തിലായിരിക്കുമ്പോൾ ആ വള്ളം മുഴുവനും ആടി ഉലയുന്നുണ്ട്. കടലിൽ വലിയ കടൽക്ഷോഭം ഉണ്ടാകുമ്പോൾ, കാറ്റും തിരമാലകളും ഉണ്ടാകുമ്പോൾ, അപ്പോൾ ആ തിരമാലകൾക്കിടയിൽ യേശുനാഥൻ സമാധാനത്തിൽ ഉറങ്ങുകയാണ്. എന്നാൽ ശിഷ്യന്മാരാകട്ടെ നിലവിളിക്കുകയാണ്. ഇത് തന്നെയാണ് ഈ സമാധാനം എന്ന് പറയുന്നത്. ക്രിസ്തുനാഥൻ സമാധാനത്തിലാണ്. കാരണം എത്ര പ്രശ്നങ്ങളുണ്ടായാലും പ്രതിസന്ധികളുണ്ടായാലും ഇതൊന്നും എന്നെ തകർക്കില്ല, എന്നെ രക്ഷിക്കാൻ പിതാവായ ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം യേശുനാഥനുണ്ട്. അപ്പോൾ ഈ ഒരു ബോധ്യമാണ് ഇപ്പോൾ അവിടുന്ന് നമുക്ക് നൽകിക്കൊണ്ട് പോകുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന് പിതാവായ ദൈവം കൂടെ ഉള്ളതുപോലെ നമ്മുടെ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളുടെ മേഖലകളിലും ക്രിസ്തു എന്ന സാന്നിധ്യം എപ്പോഴും ഉണ്ടാകും എന്നുള്ളൊരു ബോധ്യമാണ്. അപ്പോൾ ഈ ക്രിസ്തു ശിഷ്യരുടെ മനസ്സ് അസ്വസ്ഥമാകുന്നത് ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് ഓർത്തിട്ടാണ്. പക്ഷേ യേശുനാഥൻ പറയുകയാണ്, എൻ്റെ മരണം ഒന്നിൻ്റെയും അവസാനമല്ല, ഞാൻ എപ്പോഴും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും അതിനെ തരണം ചെയ്യാനുള്ള സമാധാനമായി സാന്നിധ്യമായി എൻ്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നുള്ളൊരു ഉറപ്പാണ്. എന്നിട്ട് അവിടുന്ന് വീണ്ടും പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഈ ലോകത്തിൻ്റെ അധികാരി വരും. അത് പിശാചിനെ കുറിച്ചാണ്. ഈ ലോകത്തെ അവൻ കീഴടക്കാൻ പോകുന്നതിനെ കുറിച്ചാണ്. പക്ഷേ അവൻ കീഴടക്കുന്ന ഈ ലോകത്തെ ക്രിസ്തു വീണ്ടെടുക്കുക തന്നെ ചെയ്യും. അവൻ്റെ മരണവും ക്രിസ്തുവിൻ്റെ മരണവും ഉദ്ധാനവും കൊണ്ട് ഈ ലോകത്തെ വീണ്ടെടുത്ത് അവൻ്റെ സാന്നിധ്യം കൊണ്ട് ഈ ലോകത്തെ നിറയ്ക്കും. അപ്പോൾ ഈ ഇപ്പോഴുണ്ടാകാൻ പോകുന്ന പ്രശ്നവും പ്രതിസന്ധിയും ഒന്നിൻ്റെയും അവസാനമല്ല, അത് ക്രിസ്തുനാഥൻ്റെ മഹിമയുടെ ആരംഭം മാത്രമാണ്. അപ്പോൾ ഇത് നമ്മളെ മനസ്സിലാക്കണമെന്നാണ് സുവിശേഷം നമ്മളോട് ആവശ്യപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്കല്ല, ക്രിസ്തു നൽകിയ സമാധാനവും അവിടുത്തെ സാന്നിധ്യവും നമ്മളോടുകൂടെ ഉണ്ടെന്നുള്ള ബോധ്യം നമ്മളെ മുന്നോട്ട് നയിക്കണം എന്നാണ് വചനം നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഈ വചനം ധ്യാനിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സമാധാനം സ്വീകരിച്ചിട്ടുള്ളവരാണ് നാം, അവൻ്റെ സാന്നിധ്യം പേറുന്ന മനുഷ്യരാണ് നാം എന്നുള്ള ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാകാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.